എടാ, പള്ളി കമ്മിറ്റിക്കാരിന്നും പിരിവിന് വന്നിരുന്നു. കൂടെ വികാരി അച്ഛനും ഉണ്ടായിരുന്നു. നിന്നെ അവര് പ്രത്യേകം തിരക്കി. ഈ അച്ഛന് വേറെ ഒരു പണിയില്ലേ, എപ്പോഴും പിരിവ് തന്നെ പിരിവ്. മനുഷ്യനാണെ കാശില്ലാതെ നെട്ടോട്ട് ഓടുക. ഇടി നിന്റെ അമ്മച്ചും ചേച്ചി എന്ത് ചെയ്യേ? അമ്മയും ചേച്ചിയും കിടന്ന് ഉറങ്ങാ അപ്പച്ച. ഇതെന്താ ഈ നേരത്തൊരു ഉറക്കം? ആ മണികണ്ട, പച്ചമീൻ ഉമ്മ കൊടുക്കണോടി. നീ എന്താ പൂച്ചയാ? നോക്കിയിരിക്ക മീൻ വെട്ടടി. എന്താ നിനക്കിവിടെ കാര്യം? അകത്ത് കയറിപ്പോടി. ആ സംഭവത്തിന് ശേഷം നീ ഇതുവരെ അവളെ കണ്ടില്ലേ? ഇല്ല. എന്നാലും അവരെ ചേച്ചിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് ശരിയായില്ല. അവരെന്ത് വിചാരിച്ചു കാണും? വിഷ്ണു, ഞാനപ്പോ കൂടുതലൊന്നും ചിന്തിച്ചില്ല. നമ്മൾ രണ്ടും ഒരുമിച്ച് ജീവിക്കാൻ വന്നവരാണ്. ഈ ഗ്രാമത്തെ സോഫിയെ കാണുമെന്നോ വീണ്ടും ഒരു പ്രണയവസന്തം പുഷ്പിക്കുമെന്നോ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചല്ല. ഇതാണ് വിധി. അവള് നിഷ്കളങ്കയാടാ. ഞാൻ നിസ്സഹായനമാണ്. ഏതവസ്ഥയിലും ഒരു സ്ത്രീ പുരുഷനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അഭയാണ്. അത് നീ കൊടുക്കണം. ശരിയാടാ വിഷ്ണു. അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. ചേട്ടാ, 1 കിലോ മത്തി. എനിക്കും വേണം 1 കിലോ. നിനക്കും വേണം 1 കിലോ. ഇത്തിരി തിരക്കാടി, മടങ്ങി വരുമ്പോ തരാം. അയ്യോ, ഇവർക്കിതെന്തു പറ്റി? പറ്റ പറ്റെന്നാ തോന്നണേ. ഇനി എന്ത് ചെയ്യും? സോഫിയ വരുന്നുണ്ട്. അവൾ കാര്യത്തിലാണെങ്കിൽ നീയും കാര്യത്തിൽ സംസാരിക്കണം. ഞാൻ കവലെ കാണാം. ഋഷി, ഞാൻ പൊയ്ക്കോട്ടെ. ഇത്ര ധൃതിയിൽ എങ്ങോട്ടാ? പേരുദോഷം വരാത്ത തയ്യൽശാലയിലേക്ക്. ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയില്ലല്ലേ? ആര് പറഞ്ഞു? സോഫിയക്ക് പേടിയുണ്ടോ? പേരുദോഷം വന്ന ജീവിതം വഴിമുട്ടൂന്ന്? എന്നാലേ ഈ സൈക്കിളോട്ട് കയറ്. എങ്ങോട്ട്? നിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. അയ്യോ ഋഷി, അത് ഈ നാട്ടിൽ പാട്ടാകും. എന്നാലേ പ്രേമത്തിന് ചൂടുണ്ടാവും. ദേ കേറിക്കേ. കേറ്. ദേ ഇല്ലെങ്കിൽ ഞാൻ എടുത്തിരുത്തും. അയ്യോ വേണ്ട, ഞാൻ കേറിക്കോളാം. ചേട്ടാ, ഞങ്ങൾക്ക് 1 കിലോ മത്തി താ. ഇപ്പൊ സമയമില്ല, മടങ്ങി വരുമ്പോ തരാം. അയ്യോ, മീൻ കൊണ്ടുവന്നില്ലെങ്കിൽ അമ്മച്ചി ചീത്ത പറയൂ എന്നെ. ഈയൊക്കെ വട്ടായെന്നാ തോന്നുന്നു. അതെ. ഓ, ചേച്ചി മാഷിനെ ഈ ഇടയ്ക്കൊന്നും കണ്ടില്ലേ? ഇല്ല, 2 ദിവസമായി. മാഷ് നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. പറഞ്ഞ് നാക്കെടുത്തില്ല. 100 വയസ്സാണല്ലോ. അതെ. ഞാൻ നാളെ നാട്ടിൽ പോവാ. പെങ്ങളുടെ കാര്യം ഉറച്ചു. കല്യാണം കഴിഞ്ഞ് മടങ്ങും. അവർക്ക് പെട്ടെന്ന് വേണോന്ന്. നന്നായി, എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഇത് നാട്ടിലെ ഫോൺ നമ്പരാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം. എന്നാ മാഷിന്റെ കല്യാണം? തീരുമാനിച്ചിട്ടില്ല. പെണ്ണ് ഇവിടെ ഉള്ളതാണോ അതോ നാട്ടിലുള്ളതോ? അത് ഞാൻ മാത്രമല്ലോ തീരുമാനിക്കേണ്ടത്. പിന്നെ ആരാ? മാഷേ, എന്ന് പോട്ടെ. ഞാൻ പറയട്ടെ? എന്നാലേ മാഷേ, ഉറപ്പിച്ചോ, ഇത് നടക്കും. അതെ, ഒറ്റയ്ക്ക് അങ്ങനെ വായിച്ച് രസിക്കണ്ട. എവിടെ നോക്കട്ടെ, ഫോൺ നമ്പർ എവിടെ? എനിക്ക് ആലീസിന് വളരെയധികം ഇഷ്ടമാണ്.
ഇത് കണ്ടോ കാണിക്കല്ലേ താടി ഇങ്ങത്താക്കി കുടുംബത്തിലുള്ളവർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ നടക്കുന്നു. അവളുടെ ഒരു പ്രേമം. വീട്ടിലോട്ട് പാടി. പവിത്ര അങ്ങോട്ട് നോക്കണോ? സൈക്കിളിന്റെ പുറകിലൊരു പെട്ടിയായിട്ട് വന്നവനാ, ഇപ്പൊ മുമ്പിലും ആയി. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയ മോളെ, നല്ല മാർക്ക് വാങ്ങിക്കണം. ആ, നീ ഇതെവിടെയായിരുന്നു? നിന്നെ ഇത്ര നേരം കാണാത്തോണ്ട് ഞാനങ്ങ് കുളിച്ചു കയറി. എന്തു പറ്റി നിനക്ക്? നിന്റെ മുഖത്തൊരു പ്രയാസം പോലെ. എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ഞാൻ വളരെ ആലോചിച്ചു നോക്കി, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പോലെ. കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്കറിയൂ. അല്ലെങ്കിൽ വേണ്ട ചേച്ചി. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ഞാനൊരു കാര്യം പറഞ്ഞ നീ കേക്കൂ. നീ വേറെ ആരോടും പറയണ്ട. മോളൊരു കാര്യം ചെയ്, പവിത്രനോട് തന്നെ പറ. അച്ഛ വേണ്ട അച്ഛ. അച്ഛന് തീരെ സംഭവിച്ച പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. അവൾ എന്ത് ചെയ്യാൻ മടിക്കാത്തവനാ. മോനെ, ഒറ്റ വെട്ടിന് നിന്നെ കൊല്ലാനാണ് ഞാൻ വന്നത്. പക്ഷെ എന്റെ മോളെ ഓർത്തപ്പോ എനിക്കത് കഴിയുന്നില്ലടാ. നിനക്കും ഇല്ലേ രണ്ടു മൂന്നെണ്ണം. എന്നോട് ഈ ചെയ്തതിന് ദൈവം നിന്നോട് ചോദിക്കൂടാ. എന്നോട് നീ ചെയ്തിടാ പട്ടി. എന്നോട് ദൈവം ചോദിക്കൂടാ നായ. നിന്റെ മോക്കട പറക ഒരു ഓർത്തന്മാര് നടക്കില്ലേ, അവരൊക്കെ പഠിപ്പിക്കൂടാ. നീ എന്തിനാ മോളെ കരയുന്നേ? എന്തിനാ മോളെ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്? അപ്പന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? അതിന് ഞാൻ പഴിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ലെന്നറിയാം. പക്ഷെ രണ്ടാളും അന്യജാതിക്കാരെ പ്രേമിക്കുന്നെന്നറിയുമ്പോ ഏതപ്പനും വിഷമം തോന്നില്ലേ? വിഷമം? മറ്റുള്ളവരുടെ വിഷമം ആർക്കും അറിയണ്ട. അപ്പന് മാത്രം സുഖിച്ച് ജീവിച്ചാൽ മതിയല്ലോ. ഓരോരുത്തർക്കും ഓരോ സ്വഭാവ. നിന്റെ അപ്പനെ സഹിച്ച് ഈ അമ്മച്ചി ഇതുവരെ ജീവിച്ചില്ലേ? നേരാ, സഹിച്ച് മടുത്തു. എവിടെയെങ്കിലും പോയി ചത്തോളാം ഞാൻ. മോളെ ഇവിടെ എന്തെടുക്കാരുതടി? ഞാൻ വിളിച്ച കേട്ടില്ലേ? എന്താ നിങ്ങൾക്ക് ലക്കില്ലേ? ലക്കില്ലാത്ത എനിക്കല്ല, അകത്തുള്ള പെമ്പിള്ളേർക്ക. ഈ വർക്കി മാപ്പിള്ളയുടെ നസ്രാണി പെമ്പിള്ളേർക്ക് അന്യജാതിക്കാരെ തന്നെ വേണമെന്ന് സ്വന്തമായി മനസ്സമ്മതം നടത്തിയിരിക്കല്ലേ പശുക്കള്. കഴ കുടിച്ചു വൃത്തിയോട് പറയാ മനുഷ്യ. നിനക്കാ കിട്ടണ്ട, നിനക്ക്. നീയെ മറ്റോടെ കുഴപ്പിച്ചത്. തല്ലിക്കൊന്നു. ഇതിന് പേരാവാ. കാളയ്ക്ക് ഇത് കൊടുത്തു വന്നിട്ട് ബാക്കി. തിന്നടാ. നിനക്കും വേണോടാ കുശുമ്പ്?
നിനക്ക് കുശുമ്പ് വന്നോടാ നിനക്ക് വന്നോടാ Andame, Alice. Andame.